ഹായ് സ്വീറ്റീസ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് നല്ലൊരു എഗ്ഗിൻ്റെ പാക്കാണ്. ഇത് നല്ലൊരു പാക്കാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്കൊരു മുട്ടയുടെ വെള്ള വേണം, പിന്നെ കോഫി പൗഡർ വേണം, അല്പം മഞ്ഞൾപ്പൊടിയും വേണം. ഞാൻ കോഫി പൗഡറിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ തേനും കൂടെ വേണം നമുക്ക്. എന്നിട്ട് ഈ മുട്ടയുടെ വെള്ളയുടെ കൂടെ ഇത് മൂന്നും ഇട്ട് മിക്സ് ചെയ്യണം, നല്ല പോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഹണിയും കൂടെ വീട്ടി നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് താമസം ഉണ്ടാവും. എഗ് വെയിറ്റ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഉപയോഗിക്കാതെയൊന്നും ഇരിക്കരുത്, ഉപയോഗിക്കണം. നല്ലൊരു പാക്കാണ്. മുഖമൊക്കെ നല്ലപോലെ ടൈറ്റനാവും, നല്ല ബ്രൈറ്റനാവും, സൺ ടാനൊക്കെ നല്ലപോലെ മാറി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 ടിഷ്യൂ പേപ്പർ വേണേ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, കട്ടകളൊന്നുമില്ല, നല്ലപോലെ മിക്സ് ചെയ്യണം. ഒരല്പം പാടാണ്, കുറച്ച് സമയമെടുക്കും. നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലോ മുഖത്തോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യണം. ആദ്യം നല്ല പോലെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറിന് കുറച്ച് പീസായിട്ട് വയ്ക്കണം. ഇത് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിടുന്നതാണ് നല്ലത്. ആദ്യം നമ്മൾ ഒരു കോട്ട് ഈ മിക്സ് ഇടും, നമ്മൾ ഈ പാക്ക് ഇടും. പാക്ക് ഇട്ടിട്ടാണെങ്കിൽ കുറച്ച് നേരം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ടിഷ്യൂ പേപ്പറിൽ അത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട്, അത് നമുക്കിങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊന്നും വേണമെന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ അതിനെ മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരിക്കൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ആദ്യത്തെ കോട്ടിട്ടിട്ട് ഇതിനെ വച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ കോട്ടിൽ ഇത് പാക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. പാക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കണം. ഞാൻ എല്ലാം ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് ആദ്യം ഓരോരോ പീസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇട്ടിട്ട് ഇത് കുറച്ച് ഉണങ്ങണത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ബ്രഷ് ഇട്ട് പതിയെ ഇങ്ങനെ എടുക്കണേ, അല്ലെങ്കിൽ അത് നമ്മുടെ ടിഷ്യൂ പേപ്പറിങ് മേളിലോട്ട് ഇളകി വരും. എന്നിട്ട് ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഇളക്കിയെടുത്താൽ മതിയേ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻസൊക്കെ ഇട്ട് തന്നാലേ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് ഒരാഴ്ചയിലൊരു 2-3 വട്ടമൊക്കെ നിങ്ങൾ ചെയ്താൽ മതിയേ. മുഖം നല്ലപോലെ ടൈറ്റനാവുമേ. എന്നിട്ട് നല്ല ടാനൊക്കെ മാറി നന്നായിട്ട് മാറി കിട്ടും. നല്ലൊരു ആൻറ്റി ഏജിങ് പാക്കാണ്. നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേന്ന് ഇത് രാത്രി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഞാൻ അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് ഞാൻ ആദ്യം പറയണ ഒരു പാക്കുകളിൽ ഒന്നായിരിക്കും ഇത്. നല്ല പാക്കാണ്. ഇത് നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വ്യത്യാസം മനസ്സിലാവും, നിങ്ങളുടെ ഫേസിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇത് നല്ലൊരു പാക്കാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എന്തായാലും റിസൾട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്കതറിയാം. നല്ല ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. എന്നിട്ട് ഞാനിതിപ്പോൾ ഒരു കോട്ട് ഇട്ടതിൻ്റെ അതിൻ്റെ മേളിൽ കൂടെ ഒന്നുകൂടെ വെച്ചിട്ട്, ഇന്ന് നമ്മളിത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഇടണം. എങ്ങനെ നമുക്ക് അത്രയും നമ്മുടെ അബ്സോർബ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പാക്ക് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇത് നല്ലപോലെ ഉണങ്ങുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് ചെറിയിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പച്ചവെള്ളത്തിൽ ഓക്കെയാണ്, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ നമ്മളിത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കാണ്. എന്നിട്ട് നല്ലപോലെ ഇട്ടിട്ട് എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് ഉണങ്ങുന്നത് വരെ നല്ലപോലെ വെയിറ്റ് ചെയ്യണം. ഇത് കാണുമ്പം ഒരുമാതിരിയൊക്കെ നമുക്ക് തോന്നും, കുറച്ച് വെയിറ്റ് ഉള്ളതുപോലെയൊക്കെ തോന്നും. പേടിക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. നല്ലപോലെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ടൈറ്റനായി. ഇതത് വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണേ. കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് ഇത്.